ഹോസ്പിറ്റലിലൊക്കെ ആയിട്ട് നിങ്ങളും തിരക്കിലായിരുന്നല്ലോ. ഇപ്പൊ ഇവളോട് ചോദിച്ചപ്പോ ഇവൾക്കും എതിർപ്പില്ല. വിവാഹത്തിന് ഉറപ്പായിട്ടും വിളിക്കാം ജെയിംസ്. ഇല്ല, ഡേറ്റ് ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല. ഓ ഉറപ്പായിട്ടും. അതെ, കുടുംബമായിട്ട് ഇങ്ങോട്ട് എത്തണം കേട്ടല്ലോ. ശരിയെന്നാ, ഞാൻ വിളിച്ചോളാം. ഓക്കെ, ബൈ. അർച്ചനെ, അർച്ചനയ്ക്ക് എന്നോട് എന്തോ പറയാനുണ്ടല്ലോ. എന്താ ശരിയല്ലേ? പറയാനുണ്ട് നന്ദേട്ടാ. അത് പറഞ്ഞ നന്ദേട്ടന് എത്രത്തോളം മനസ്സിലാവും അറിയില്ല. അർച്ചന ആദ്യം കാര്യം പറയും. കാര്യം സ്നേഹയുടേതാ. സ്നേഹയുടെ വിവാഹകാര്യം. ഈ വിവാഹം ഒന്നുകൂടി നല്ലതുപോലെ ആലോചിച്ചിട്ട് നടത്തിയ പോരെ നന്ദേട്ടാ. ധനുഷിനെ കുറിച്ച് വ്യക്തമായിട്ടൊന്ന് അന്വേഷിച്ചറിഞ്ഞിട്ട് ഇതുമായിട്ട് മുന്നോട്ട് പോയാൽ പോരെ? ഞാനും അച്ഛനും നല്ലതുപോലെ ആലോചിച്ചിട്ട് അർച്ചനെ ഇങ്ങനൊരു തീരുമാനത്തിലെത്തിയത്. ധനുഷിനോട് പറഞ്ഞപ്പോ അവൻ എതിർപ്പൊന്നും ഇല്ലായിരുന്നു. സ്നേഹിക്കും അങ്ങനെ തന്നെ. ചുരുക്കി പറഞ്ഞ അർച്ചനയ്ക്ക് മാത്രം ഇതിനോട് വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നത്. ധനുഷിനെ ആദ്യം കണ്ടപ്പോ തന്നെ അർച്ചനയ്ക്ക് അവനെ ഇഷ്ടമായില്ല. അതാ അർച്ചന ഇപ്പൊ വന്ന് എന്നോട് ഇത് പറയുന്നു. ധനുഷിനെ സ്നേഹിക്കും കുഴപ്പമില്ലെങ്കിൽ പിന്നെ വേറെ ആരുടെയും അഭിപ്രായത്തിന് പ്രസക്തി ഇല്ല എന്നുള്ളത് തന്നെ സത്യം. ഞാനും അർച്ചനയോ അതിൽ അഭിപ്രായം പറയേണ്ട കാര്യവുമില്ല. അഭിപ്രായം പറഞ്ഞതല്ല നന്ദേട്ടാ, സ്നേഹയുടെ ജീവിതത്തെ പറ്റി ഒന്ന് പറഞ്ഞതാ. അവൾക്ക് കുഴപ്പം വരുന്ന എന്തേലും ഞാൻ പറയുമോ? അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം അവളുടെ വിവാഹം. ഇപ്പൊ നടക്കുന്നത് അവൾക്ക് ഒരിക്കലും സന്തോഷം കിട്ടുന്നൊരു ജീവിതമല്ല. അത് അവള് പോലും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാ എന്റെ വിഷമം. പറഞ്ഞിട്ട് വിശ്വസിക്കുന്നുമില്ല. അതാ ഞാൻ വന്ന് നന്ദേട്ടനോട് പറയുന്നത്. ഈ പറഞ്ഞതിൽ തന്നെ ഉണ്ട് അർച്ചനെ ഇതിലെ തെറ്റും ശരി. ഇത്രയും നാളും അർച്ചനയെ സ്നേഹിച്ചിരുന്ന, വിശ്വസിച്ചിരുന്ന സ്നേഹ പോലും അർച്ചന ഇങ്ങനെ പുറകെ നടന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ ആരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനാണ് അർച്ചന ഇങ്ങനെ മെനക്കെടുന്നത്? ഞാൻ പോയി ഇപ്പൊ ഈ വിവാഹം നടക്കില്ല എന്ന് പറഞ്ഞാൽ അവൾക്ക് എന്നോട് ദേഷ്യം ഉണ്ടാവത്തേ ഉള്ളൂ. അർച്ചന ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് ഒരാളെ ഇഷ്ടമല്ലെങ്കിൽ അതിനർത്ഥം അയാൾ മോശക്കാരനെന്നല്ല. അതുകൊണ്ട് ബാക്കി എല്ലാം മറന്ന് അർച്ചന ഈ വിവാഹത്തിന്റെ ഭാഗമാവണം. എല്ലാവരുടെയും സന്തോഷത്തിനിടയ്ക്ക് അർച്ചന മാത്രം പുറംതിരിഞ്ഞ് നിൽക്കരുത്. ഹലോ പറയ്.
ഇന്ന് ഉറങ്ങുന്ന ലക്ഷണമില്ലെന്ന് എനിക്കറിയാം. അർച്ചന, എനിക്കോ തനിക്കോ ഒന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലത്. അങ്ങനെ എന്തെങ്കിലും ചെയ്യണമായിരുന്നെങ്കിൽ തന്നെ അത് നേരത്തെ ചെയ്യണമായിരുന്നു. ഇപ്പോ ഇത് നമ്മുടെ കയ്യിലല്ല. അതുകൊണ്ട് ഞാൻ എല്ലാം മറന്നിട്ട് ഈ വിവാഹത്തിന് സഹകരിക്കണമെന്നാണോ? ഇനി എന്നെ കൊന്നാലും ശരി, എന്നെ അതിന് കിട്ടില്ല സച്ചേട്ടാ. ഞാൻ ഇപ്പോഴും വീണ്ടും വീണ്ടും പറയാ, അയാൾ ശരിയല്ല. അതിപ്പോഴും എപ്പോഴും ഞാൻ പറയും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ സച്ചേട്ടനോട്, സ്നേഹ അയക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്നതിന്റെ മാനദണ്ഡം എന്താണെന്നൊന്ന് പറയാമോ? അയാളുടെ സ്വഭാവം എങ്ങനെയുള്ളതാണെന്ന് ആർക്കെങ്കിലും അറിയോ? കുടുംബം, ഓഫീസ് ജോലി നോക്കിയാണോ വിവാഹം കഴിപ്പിക്കുന്നത്? നന്ദേണ്ണോടും അച്ഛനോടുള്ള എല്ലാ ബഹുമാനവും മനസ്സിൽ വെച്ച് തന്നെ ഞാൻ പറയുകയാണ്. മണ്ടത്തരമാണ് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നതും നടത്താൻ പോകുന്നതും. ലോകത്ത് ഈ വീട്ടിലല്ലാതെ ഇതൊക്കെ എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ? താൻ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് ഇവിടെ മറ്റാർക്കെങ്കിലും മനസ്സിലാവണ്ടേ? ഇതിപ്പോ സ്നേഹം എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം പറഞ്ഞിരുന്നെങ്കിൽ അത് വെച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു. അവക്കും ഒരു എതിർപ്പുമില്ല. ആ പെണ്ണിനോട് ഞാൻ ആദ്യമേ പറഞ്ഞതാ ഇതിൽ ചെന്ന് പെടരുത്, സൂക്ഷിക്കണമെന്ന്. ഇപ്പൊ അത് തന്നെ സംഭവിച്ചില്ലേ? എടോ, അതിന് അവളെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും? അവളോട് ഒരാളെ ഇഷ്ടപ്പെടരുതെന്ന് നമുക്കെങ്ങനെ പറയാൻ പറ്റും? അതും അവിവാഹിതനായ ഒരാളെ. അയാൾ അവിവാഹിതനാണെന്ന് സച്ചേട്ടന് ഉറപ്പുണ്ടോ? ആർക്കെങ്കിലും ഉറപ്പുണ്ടോ? ഇല്ല. എല്ലാവരും സ്വപ്നലോകത്താ. ധനുഷ് എന്ന് പറയുന്നവന്റെ മായാലോകത്ത്. ഞാൻ തന്നോട് നേരത്തെ പറഞ്ഞില്ലേ, കാര്യങ്ങൾ നമ്മുടെ കൈവിട്ട് പോയി. മുൻപ് പറഞ്ഞു തന്നെയാ ഞാൻ ഇപ്പോഴും പറയുന്നതല്ലാതെ നമ്മുടെ കയ്യിൽ എന്ത് തെളിവാ ഉള്ളത്? പറ, താൻ പ്രൂവ് ചെയ്യ്. ഈ വിവാഹം നമുക്ക് ഇപ്പൊ തന്നെ നിർത്തിവെപ്പിക്കാം. അതിന് പറ്റാത്ത കാലത്തോളം നമുക്ക് ഇവിടെ നിന്ന് പറയാനല്ലേ പറ്റൂ. തെളിവ് ഞാൻ ഉണ്ടാക്കുക സച്ചേട്ടാ. എല്ലാവർക്കും ബോധ്യം വരുന്ന തെളിവ് നിരത്തി ഞാൻ വിളിച്ചു പറയുമല്ല. ഈ വിവാഹം നടക്കാതിരിക്കാൻ ഞാൻ ആവതോളം ശ്രമിക്കും. എന്റെ ആ ശ്രമത്തിന്റെ വിദ്യ സ്നേഹയുടെ മുന്നോട്ടുള്ള ജീവിതവും ഈ കുടുംബത്തിന്റെ സുരക്ഷയും. ഹലോ ഹലോ മാഡം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നേരം വെളുത്തിട്ടേ നേരം കുറച്ചായി കേട്ടോ. അതെങ്ങനെയാ? നേരത്തെ ഉറങ്ങിയാലല്ലേ നേരത്തെ എഴുന്നേക്കാൻ പറ്റൂ. അതിന് നേരത്തെ ഉറങ്ങാൻ എന്നെ കെട്ടാൻ പോകുന്നത് സമ്മതിക്കണ്ടേ? ഓഹോ, 11 മണിക്ക് വരുന്ന ഫോൺ കോൾ ഞാൻ കട്ട് ചെയ്യുന്നത് വെളുപ്പിനല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഞാൻ പറയാം കെട്ടാൻ പോകുന്നതിനോട്, ഈ രാത്രിയുള്ള വിളിയൊന്നും വേണ്ടാന്ന്. അത് പറഞ്ഞിട്ടും കാര്യമില്ല. പുള്ളിക്കാരൻ വിളിക്കും. ഓ, എന്നോട് പുള്ളിക്ക് അത്രയ്ക്ക് സ്നേഹമാ. ആ അല്ല, തനിക്ക് അങ്ങോട്ടില്ലേ അപ്പോ? പിന്നെ പുള്ളിക്കാരനുള്ളതിനേക്കാൾ ഇരട്ടിയാ എനിക്കങ്ങോട്ട്. ആശ്വാസം. അതെ, ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയോ? സത്യം മാത്രമേ ബോധിപ്പിക്കൂ. ചോദിച്ചാട്ടെ. എന്നോട് എന്തിനാ ഇഷ്ടം തോന്നി? അങ്ങനെ തോന്നാൻ മാത്രം പരിചയമൊന്നും നമ്മൾ തമ്മിലില്ലല്ലോ. അതുകൊണ്ട് ചോദിച്ചതാ. തന്നോട് ഇഷ്ടം തോന്നിയത് എന്താന്നൊക്കെ ചോദിച്ചാ, ഒരാളെ കാണുമ്പോഴേ തന്നെ നമുക്ക് ഒരു എന്താ ഇപ്പം അതിന് പറയേണ്ടത്, ഒരു ചെറിയ ഇഷ്ടം തോന്നില്ലേ? സ്പാർക്ക് അടിക്കാന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതിന്റെ കോമഡി എന്താന്ന് വെച്ചാ, തന്നെ കണ്ട് ചെറിയൊരു ഇഷ്ടം തോന്നിയതിൽ പിന്നെ ബാക്കിയൊക്കെ ഞാനായിട്ട് എൻ്റെ മനസ്സിൽ
വളർത്തിയെടുത്തതാ. ആ ചെറിയൊരു ഇഷ്ടത്തെ മനസ്സിൽ കൊണ്ടു നടന്ന് നമ്മളായിട്ട് തന്നെ വളർത്തും. തന്നോട് സംസാരിക്കുമ്പോഴൊക്കെ തനിക്കത് ഫീൽ ചെയ്യുന്ന രീതിയിൽ ചില സംസാരമൊക്കെ സംസാരിക്കും. തനിക്ക് എപ്പോഴെങ്കിലും തോന്നിയായിരുന്നോ എനിക്ക് തന്നോട് ഇഷ്ടമുണ്ടെന്ന്? ഇടയ്ക്കൊക്കെ തോന്നിയിട്ടുണ്ട്. അത് തന്റെ സംസാരത്തിലും പ്രവൃത്തികളിലും ഒക്കെ ആ ഇഷ്ടം ഉള്ളതുകൊണ്ടാ. അപ്പൊ ഞാൻ നോ പറഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഇത്രയൊക്കെ മനസ്സിൽ കൊണ്ടു നടന്നിട്ട് ഞാൻ നോ പറഞ്ഞിരുന്നെങ്കിൽ, പിണങ്ങിയിരുന്നെങ്കിൽ വിഷമാവില്ലായിരുന്നോ? വിഷമാവുമായിരുന്നു. നമ്മൾ ഇഷ്ടപ്പെടുന്നയാള് നമ്മളെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോ വിഷമം സ്വാഭാവികമാണല്ലോ. പിന്നെ അത് കാണാൻ ആരുമില്ലാത്തത് കൊണ്ട് ആരോടും പറയില്ല, അത്രേ ഉള്ളൂ. മാറിയോ സംശയമൊക്കെ? മാറി. എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാടോ, സത്യമായിട്ടും. വിവാഹമൊക്കെ കഴിഞ്ഞ് നമുക്കിവിടെ സുഖമായിട്ട് കഴിയാം. ഇവിടെ വേണ്ട ധനുഷ്, നമുക്ക് ധനുഷിന്റെ വീട്ടിൽ താമസിക്കാം. അയ്യോ, അത് പറ്റില്ല. അതെന്താ? അത് മറ്റൊന്നും കൊണ്ടല്ല, ഇത്രയും സൗകര്യമൊന്നും എന്റെ വീട്ടിലില്ല. എന്റെ സൗകര്യത്തെ പറ്റിയാണെങ്കിൽ അത് ഓർത്ത് ധനുഷിന് ഒരു പേടിയും വേണ്ട. എനിക്കൊരു സൗകര്യം വേണമെന്നില്ല. ഉള്ള സൗകര്യത്തിൽ ഞാൻ ധനുഷിനൊപ്പം ജീവിച്ചോളാം. അവിടെ ആവുമ്പോ അമ്മയുണ്ടല്ലോ. അതൊക്കെ നമുക്ക് വേണ്ടതുപോലെ ചെയ്യാം. ധനുഷ് എവിടെ പോകുന്നു? ഇവിടെ ഇരിക്കും. എനിക്ക് സംസാരിക്കാനുള്ളത് മുഴുവനും കേട്ടിട്ട് പോയാൽ മതി. നമ്മുടെ വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞല്ലേ, ഇനി ആരെയും പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. ധനുഷ് ഇവിടെ തന്നെ ഇരുന്നാൽ മതി, അതാര് വന്നെന്ന് പറഞ്ഞാലും. വിവാഹം ഉറപ്പിച്ചാലുടനെ കെട്ടാൻ പോകുന്നവനെ വിളിച്ച് കിടപ്പുമുറിയിൽ കയറ്റിയിരുത്തേയും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ വക പ്രകടനങ്ങളൊക്കെ നിനക്ക് ചേരുന്നതല്ല സ്നേഹ. ഇപ്പൊ വിവാഹം ഉറപ്പിച്ചിട്ടല്ലേ ഉള്ളൂ. ഈ വക പരിപാടികളൊക്കെ ദാ ഇതുപോലൊരെണ്ണം ഇവളുടെ കഴുത്തിൽ കെട്ടിയിട്ട് മതി. ഇറങ്ങ പുറത്ത്. വേണ്ട, ഇറങ്ങി പോവാൻ പറഞ്ഞ പോണം. വേലി ചാടിയ പശു കോലുകൊണ്ട് ചാവുന്നൊരു പഴഞ്ചൊല്ലുണ്ട് നാട്ടില്. മോളുടെ ഈ രീതി സ്വഭാവം വെച്ചിട്ടേ അതെപ്പോഴും ഒന്ന് ഓർമ്മയിൽ വെക്കുന്നത് നല്ലതാ. ഭക്ഷണം വിളമ്പ്. മനുഷ്യനിവിടെ വിശന്നിട്ട് വയ്യ. അച്ഛൻ വരാതെ ഭക്ഷണം വിളമ്പില്ലെന്ന് നിനക്കറിയില്ലേ? നിനക്ക് വേണമെങ്കിൽ നേരത്തെ എടുത്ത് കഴിക്കായിരുന്നല്ലോ.
ഇരിക്കും. ഇതെന്തിനാ നിങ്ങളിങ്ങനെ എന്നെ നോക്കിയിരിക്കുന്നത്? വിശക്കുന്നവർക്ക് കഴിച്ചുകൂടെ? അച്ഛനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ അച്ഛാ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നത്. ഒന്നിച്ചിരുന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം അതൊന്ന് വേറെ തന്നെയാ. സ്നേഹ എവിടെ? ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. പാവം ആതിരയെ നോക്കാൻ വന്നിട്ട് ഈ വീട്ടിലെ ജോലി കൂടി മീര ചെയ്യുക. ഞാൻ പലതവണ പറഞ്ഞതാ അച്ഛാ മീരയോട്, കേൾക്കണ്ടേ? ഈ വീട്ടിലുള്ളവർക്ക് ഭക്ഷണം കഴിക്കാനായി പുറത്തുള്ളവർക്ക് എന്തിനാ കാശ് കൊടുക്കുന്നതെന്നാ മീരയുടെ വാദം. നല്ല മനസ്സാ പാവത്തിന്. എന്താ ഒരു കാര്യം ചെയ്യും, അമ്പിളിക്കും ജോലി വേണ്ടേ? നമ്മുടെ സ്ഥാപനത്തിലോ ഗസ്റ്റ് ഹൗസിലോ അമ്പിളിക്ക് ജോലി കൊടുക്ക്. സച്ചേട്ടാ വെള്ളം. അവളുടെ ശമ്പളം കൂടി ഇല്ലെങ്കിൽ ആ കുടുംബത്തിന് അത് കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും. വേണ്ട പോലെ ചെയ്യാച്ച. ഉം. സ്നേഹേ, നീ ഒന്നും കഴിക്കുന്നില്ലേ? എനിക്കൊന്നും വേണ്ട, വേണം ഞാൻ പിന്നീട് കഴിച്ചോളാം. ഉച്ചയ്ക്ക് നീ ഒന്നും കഴിച്ചില്ലല്ലോ. എഴുന്നേറ്റ് വാ. ദേ, നിന്നെ അച്ഛനൊക്കെ താഴെ കാത്തിരിപ്പുണ്ട്. വാ ഇങ്ങോട്ട് വാ. എഴുന്നേക്ക്, ഇങ്ങോട്ട് വാ. വാ ഇങ്ങോട്ട്. നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എത്ര തവണ പറയണ ഒരു കാര്യം, എന്നെ കഴിപ്പിച്ചാലേ നിങ്ങൾക്ക് സമാധാനം കിട്ടുള്ളൂ. ആ, കാത്തിരിക്കുന്നവരോടെ എനിക്കൊന്നും വേണ്ടാന്നും എന്നെ തീറ്റിക്കാൻ നിൽക്കണ്ടെന്നും പറഞ്ഞേക്ക്. മോളെ ഞാൻ ദേ മീരേച്ചി എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? അത് ചെയ്താൽ മതി. എന്റെ കാര്യത്തിൽ ആവശ്യമില്ലാതെ തലയിടരുത്. എന്റെ കാര്യം നോക്കാനായിട്ടുള്ള പ്രായമൊക്കെ എനിക്ക് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ എന്നെ കഴിക്കാൻ വിളിക്കാനും എനിക്ക് വിളമ്പി തരാനും എന്നെ ഉറക്കാനും ഒക്കെ മീരാച്ചിക്ക് എന്താ കാര്യം? കാര്യമില്ലാത്ത കാര്യത്തിന് ഇടപെട്ട് വെറുതെ എന്നെ കൊണ്ട് മുഷിപ്പിക്കുന്ന രീതിയിൽ സംസാരിപ്പിക്കരുത്. എല്ലാരും കൂടെ എന്നെ എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നേ? ബുദ്ധിമുട്ടിക്കും. ഞങ്ങൾ പറയുന്ന നിനക്ക് ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ അത് നിന്റെ തോന്നല, പിന്നെ നിന്റെ കയ്യിലിരിപ്പിന്റെ. ഇത്രയും നാളും ആരെങ്കിലും നിന്നെ ബുദ്ധിമുട്ടിച്ചോ? ഇല്ലല്ലോ. ഓരോന്നും കാണുമ്പോ മുതിർന്നവരെന്തെങ്കിലും പറഞ്ഞു എന്ന് വരും. അതിനാകെയുള്ള മാർഗം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാ. പിന്നെ അറിയാവുന്നവർ പറയുന്നത് അനുസരിക്കുക എന്നുള്ളതും. ഞാൻ എന്തനുസരിച്ചില്ലെന്നാ പറയുന്നേ? ഇന്ന് രാവിലെ എന്തിനാ എന്റെ മുന്നിൽ വെച്ച് ധനുഷിനെ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചേ? ധനുഷേ എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാ. ഞങ്ങളൊന്ന് അടുത്തിരുന്നെന്നോ സംസാരിച്ചെന്നോ കരുതി എന്ത് സംഭവിക്കാനാ? അർച്ചനടുത്തേക്ക് ഒരാളെ ഇഷ്ടമല്ലെന്ന് കരുതി അയാൾ മോശക്കാരനാണെന്നുള്ള രീതിയിൽ സംസാരിക്കരുത്. അവൻ മോശക്കാരനായതുകൊണ്ട് തന്നെയാ പറഞ്ഞത്. എനിക്കറിയോ അവനെ കുറിച്ച് വല്ലതും. അന്ന് അവനീ വീട്ടിൽ വന്ന ദിവസം അവനെ എവിടെ വെച്ച് ഞാൻ കണ്ടെന്ന് നിനക്കറിയോ? അറിയാം. ധനുഷനോട് എല്ലാം പറഞ്ഞു. അവന്തിക ഏട്ടത്തിയുമായി ആ മുറിയിൽ നിന്ന് സംസാരിച്ചതിനാണോ ഏട്ടത്തി പുകിലൊക്കെ ഉണ്ടാക്കുന്നത്? എങ്കിലത് വേണ്ട. കാര്യങ്ങളൊക്കെ ധനുഷ് പറഞ്ഞ് എനിക്കറിയാം. ഓ കൊള്ളാം. അപ്പൊ അവൻ ഒരു മുഴ നീട്ടി എറിഞ്ഞിട്ടുണ്ട്. ഒരാളെ സ്നേഹിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും നീ എന്ത് മാനദണ്ഡമാണ് കാണുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒന്ന് ഞാൻ പറഞ്ഞുതരാം, നിനക്ക് പറ്റിയ ആളല്ല ഈ പറയുന്ന ധനുഷ് എന്ന് പറയുന്നവൻ. നിനക്കെന്നല്ല, മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരു പെൺകുട്ടിക്കും. ഞാനും ദേ ഈ നിൽക്കുന്ന മീരടുത്തിയൊക്കെ നിന്റെ പിന്നാലെ നടന്ന് ഓരോന്നും പറയുന്നതേ നാളെ ഒരു സമയം നീ കരയുന്നതും ഞങ്ങൾ തന്നെ കാണേണ്ടി വരുമല്ലോ എന്ന് ഓർത്തിട്ടാ. നീ നേരത്തെ പറയുന്ന കേട്ടല്ലോ മീരടുത്തേക്ക് ഇതിലൊക്കെ എന്താ കാര്യം? ഒരു കാര്യമില്ലാന്ന് നിന്നെക്കാളും നന്നായിട്ട് ഏടത്തേക്ക് അറിയാം. നീ പറഞ്ഞതിനൊക്കെ മറുപടി പറയാൻ അറിയാഞ്ഞിട്ടല്ല ഇപ്പൊ ഏടത്തി ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത്. നീ എങ്ങനെ ജീവിച്ചാലും ഏട്ടത്തിക്ക് എന്താ? ദേ ഇതിങ്ങനെ മുന്നോട്ട് പോയാ കുറച്ചു നാള് കഴിയുമ്പോഴുള്ള നിന്റെ അവസ്ഥ ഓർത്തുള്ള പേടി കൊണ്ടാ ഇങ്ങനെ ഓരോന്നും പറയുന്നത്.
എടുത്തി പറയുമ്പോഴല്ലേ നിനക്ക് കുഴപ്പം. എങ്കിൽ ഞാൻ പറയാം. നീ എത്രയൊക്കെ കിടന്ന് ചാടിയാലും ശരി, നിന്നെ അവന് കെട്ടിച്ചു കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അത് 3 തരാം. നിന്നെ അവനെ ഇനി ഒരുമിച്ച് കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ട അവനെയല്ല, നിന്നെ ആവും ഞാൻ ആദ്യം അടിക്കുന്നത്. അങ്ങനെ വഴി വിട്ട ഒരു ബന്ധത്തിനും ഈ എടുത്തി സമ്മതിക്കില്ല. എനിക്ക് ജീവിക്കാൻ എന്തിനാ നിങ്ങളുടെ സമ്മതം? എനിക്ക് ജീവിക്കാൻ നിങ്ങളുടെ സമ്മതം വേണോന്ന്. ഞാൻ എങ്ങനെ ജീവിക്കണം, ആരോടൊപ്പം ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നതേ ഞാനാ. എന്റെ നിയന്ത്രണം ഞാൻ ആരെ ഏൽപ്പിച്ചിട്ടില്ല. എന്റെ കാര്യം നോക്കാനേ എനിക്കറിയാം.